തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ഗുണ്ടൽപേട്ടിലെ ഒരു കാഴ്ചയാണിത്. റോഡിന്റെ ഇരുവശങ്ങളിലും കണ്ടില്ലേ നിറയെ ചെമ്മൂരി ആടുകൾ. ഇവരെ നടുവിലായിട്ട് ഞങ്ങളും ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. മുത്തങ്ങ കാട്ടിനുള്ളിൽ നിന്നും നിറയെ കാട്ടാനകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്രയുടെ ഒരു തുടക്കം. മുത്തങ്ങ കഴിഞ്ഞ് അങ്ങനെ ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളിലൂടെ കറങ്ങി നിറയെ അനിമൽസിനെയൊക്കെ കണ്ടുകൊണ്ട് പുതുമലൈ ടൈഗർ റിസർവിന്റെ കീഴിലുള്ള മസനഗുഡി ലോഗോസ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് നമ്മൾ തമിഴ്നാടിൻ്റെ തന്നെ അണ്ടറിലുള്ള അഭയാരണ്യ ഗസ്റ്റ് ഹൗസിൽ വന്ന് സ്റ്റേ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അന്നും നമുക്ക് ഒരുപാട് അനിമൽ സൈറ്റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും നമ്മൾ നിരാശപ്പെടുത്തിയില്ല. വഴിനീളെ മാൻകൂട്ടങ്ങളും ആനകളും കാട്ടുപോത്തുകളും കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കിടിലൻ കാഴ്ചയായിരുന്നു. എത്ര വന്നാലും നമ്മൾ എത്ര യാത്ര ചെയ്താലും ഒരിക്കലും മടുപ്പ് വരാത്ത ഒരു റൂട്ടാണ് ഈ ഒരു മുത്തങ്ങ ബന്ദിപ്പൂർ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു ഫോറസ്റ്റ് യാത്ര. കാട്ടുപോത്തുകളും ആനകളും മാനുകളും കൂടാണ്ട് തന്നെ കരടിയും ടൈഗറിനൊക്കെ ഇവിടുന്ന് കണ്ടിട്ടുള്ള ആളുകളുണ്ട്. റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു റൂട്ടാണ് മസനഗുഡി. ഇന്നത്തെ തുടക്കം എന്തായാലും നിറയെ കാട്ടുപോത്തുകളും ഇതേ നിൽക്കുന്നു. ഇവിടെ ഒരു യമണ്ടൻ കാട്ടുപോത്ത്. പെട്ടെന്നാണ് തൊട്ടു പുറകിൽ നിന്നും ഒരു കാട്ടുപോത്തിൻ്റെ കുഞ്ഞിനിങ്ങനെ ഓടി ഇങ്ങനെ അടുത്തേക്ക് വന്നത്. അതെന്തായാലും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. ഇന്നത്തെ റൂട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ആനകളും കാട്ടുപോത്തും. ഇവിടെ ഒരു ഹനുമാൻ കുരങ്ങാണ് പെട്ടെന്നൊരു മൈൽ താഴോട്ട് ഇങ്ങനെ പറന്നിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ യാത്രയിൽ ഒരുപാട് മാൻകൂട്ടങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള തുടക്കം തന്നെയാണ് ഇന്നത്തെ ഒരു യാത്ര. തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള തെപ്പേക്കാട് ഫോറസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളൊരു 5-6 തവണ വന്നിട്ടുണ്ട് ഇതിന് മുൻപും. സഫാരിൻ്റെ ഭാഗമായിട്ടും സ്റ്റേ കാര്യങ്ങളൊക്കെ എൻട്രി എടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടാവും. നമ്മളിവരെ വെബ്സൈറ്റ് ആയിട്ടുള്ള മുതുമലൈ ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റിലാണ് ലോഗോസ് സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 പേരുടെ ID പ്രൂഫ് കമ്പൽസറിയാണ്. 3 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. 3 പേർക്ക് 5070 രൂപയാണ് ലോഗോസിൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ചാർജ് വരുന്നത്. അപ്പം നമ്മളിത് ഇവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ നമുക്ക് കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻ റോഡിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഊട്ടി, കോനൂർ, കോട്ടഗിരി, കോയമ്പത്തൂർ റോഡ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. ലെഫ്റ്റിൽ മസനഗുഡി റൂട്ടിലേക്കാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ. മസനഗുഡി ഊട്ടി റോഡ്. ഇത് നേരെ ചെന്ന് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് കാണുന്ന റോഡാണ് മസനഗുഡി ഊട്ടി റോഡ്. നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. ഇനി ഞങ്ങളിത് മസനഗുഡി ഊട്ടി റൂട്ടിലേക്ക് തിരിഞ്ഞു. നമുക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിച്ചിട്ട് വേണം നമുക്ക് മസനഗുഡിയിലേക്ക് എത്താനായിട്ട്. പോയതല്ലത്. അതെ അതെ. മസനഗുഡി റൂട്ട് സ്റ്റാർട്ട് ചെയ്തതിനാൽ ഈ റിവറിൻ്റെ കുറച്ച് താഴെയായിട്ട് എലിഫൻറ്റ് ഫീഡിങ്, എലിഫൻറ്റ് ക്യാമ്പിങ്ങും അതുപോലെ ആനകളെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. 30 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വൈകിട്ട് 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. എലിഫൻറ്റ് അറ്റാക്ക് ഉണ്ടായി. നമ്മളെ അല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അവർ ആനയുടെ അടുത്തെത്തിയപ്പോൾ ഒന്ന് ഹോൺ അടിച്ചു. ആ ഹോൺ അടി കേട്ടപ്പോഴത്തേക്കും ആന വന്ന് അറ്റാക്ക് ചെയ്തു. ഫോറസ്റ്റിലെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോറസ്റ്റിനുള്ളിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അനിമൽസിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഹോണടി, വണ്ടി റേസിംഗ് സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. വളരെ സേഫായിട്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈക്ക് റൈഡേഴ്സിൻ്റെ വളരെ അടുത്ത് ഇവ വന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. കാരണം ഞങ്ങളുടെ വണ്ടി ഈ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഏറ്റവും മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുന്നിലും പിന്നിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് നമ്മൾ ഈ റൂട്ടിൽ കാണുന്നതാണ് ഈ ഒരു ആനയെ. സ്ഥിരമായിട്ട് കാണാറുണ്ട് മസനഗുഡി റൂട്ടിൽ വരുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയൊക്കെ ഇവിടെ വന്നു പോയപ്പോഴൊക്കെ ഇവനിവിടെ ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് മേയുന്നുണ്ടായിരുന്നു. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക, തിരിച്ച് അവരും നമ്മളെ ഉപദ്രവിക്കില്ല. ആ ഒരു ധൈര്യത്തോടു കൂടി വളരെ സേഫായിട്ട് നിങ്ങൾ കാട്ടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഇന്ന് മസനഗുഡി റൂട്ടിൽ സ്ഥിരം കാഴ്ചകളിൽ നിന്നും വിപരീതമായിട്ട് കുറേ ആനകളൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ട്. അതും വളരെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആനകളൊക്കെ വളരെ അടിപൊളിയായിട്ട് കാണാനും നമുക്ക് വീഡിയോ പകർത്താനും സാധിച്ചിട്ടുണ്ട്. മാനുകൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ അധികം കണ്ടു, കാട്ടുപോത്തുകളൊക്കെ കണ്ടു. ഇനി നമുക്ക് മസനഗുഡി ചെന്നിട്ട് മൊയാർ ആൻഡ് സിംഗാര റൂട്ടിലൊക്കെ ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കരടിയോ ടൈഗറോ അതുപോലെ തന്നെ ലെപ്പാർഡോ ഒക്കെ നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരം ഇങ്ങനെ ആനകളെയും കാട്ടുപോത്ത്, മയില്, മാനുകളൊക്കെയാണ് ഈ റൂട്ടിൽ കാണുക. ഇന്ന് നമുക്ക് പതിവിലും വിപരീതമായിട്ട് ചിലപ്പോൾ ടൈഗറിനെയോ കരടിയോ ഒക്കെ കാണാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര. പറയാൻ പറ്റില്ല, മസനഗുഡിയിലെ
ലോഗോസ് നമുക്ക് അമിത പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോഗോസ് നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ലോഗോസിലെത്തിയിട്ട് ലോഗോസിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ സ്റ്റേ കാര്യങ്ങളും പിന്നെ നമുക്ക് വൈകുന്നേരത്തെ ഒരു ചുമ്മാ ഒരു സഫാരി ഈ റൂട്ടിൽ തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണം. മൊയാര സിംഗ റൂട്ടിലൊക്കെ ഒന്ന് കറങ്ങി മാക്സിമം അനിമൽ സൈറ്റിംഗ് ഒക്കെ ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയൊക്കെ പെയ്ത് കാടും ഒരു പ്രത്യേക ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പച്ചപ്പുല്ലും ധാരാളം വെള്ളം ഇവർക്ക് കാട്ടിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ മഴ സീസൺ ആയി കഴിഞ്ഞാൽ അനിമൽസ് പൊതുവെ പുറത്തോട്ട് ഇറങ്ങാനില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എന്തായാലും നമുക്ക് മഴ സീസൺ തന്നെയാണ്. ഇപ്പോൾ ധാരാളം അനിമൽസിനെ കാണാൻ സാധിച്ചു. പുല്ലൊക്കെ ഇങ്ങനെ പറിച്ച് അതൊക്കെ കുടഞ്ഞിങ്ങനെ കഴിക്കുന്നുണ്ടോ അവൻ. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഇന്ന് ധാരാളം വഴിനീള എലിഫൻ്റ് ആണ്. അത് കൂട്ടത്തോടു കൂടിയും സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2-3 ഫീമെയിൽ ആനകളാണ്, കൂടെ ഒരു കുഞ്ഞൻ ആനയും ഉണ്ട് കേട്ടോ. ആ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് അവർ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇതേവിടെ മാൻകൂട്ടങ്ങളൊക്കെ കണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ മുകളിലായിട്ട് കുറച്ച് ആനക്കൂട്ടങ്ങൾ നിൽപ്പുണ്ട്. മാനുകൾ ഇനിയിപ്പോൾ എത്ര കൂട്ടത്തോടു കൂടി നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാലും പ്രത്യേകിച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നാറില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവരിങ്ങനെ കൂട്ടത്തോടു കൂടി നിൽക്കുന്നതും ആ നോട്ടവും ആ നിഷ്കളങ്കമായിട്ടുള്ള നിൽപ്പും അവരുടെ ദേഹത്തുള്ള ആ പുള്ളികളൊക്കെ കാണുമ്പോൾ ഏതൊരാളായാലും ഇങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുള്ളിമാനുകളുടെ. സാധാരണ നമ്മൾ പുള്ളിമാനുകളാണ് ഇവിടെ കൂടുതലും കണ്ടിട്ടുള്ളത്. സാമ്പാർ ഡീറിനൊക്കെ വളരെ റെയറായിട്ടാണ് ഈ റൂട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നത്തെ ദിവസം തുടക്കം തൊട്ട് നമ്മൾ എൻഡ് വരെയും ധാരാളം കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ആനകളെയും ആനക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. എന്തായാലും നല്ല അടിപൊളിയൊരു യാത്രയായിരുന്നു ഇന്ന്. ധാരാളം നമുക്ക് അനിമൽ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മസനഗുഡിയിൽ ചെന്നിട്ട് വൈകുന്നേരത്ത് നമ്മുടെ ലോഗ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എലിഫൻറ്റിനെ സൈറ്റിംഗ് കിട്ടും എന്നുള്ളൊരു അമിത പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഇപ്പോൾ ലോഗ് ഹൗസിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു 5-6 കിലോമീറ്റർ മസനഗുഡി റൂട്ടിലെ അനിമൽ സൈറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളിപ്പം 3ാമത്തെ തവണയാണ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ ഫോറസ്റ്റ് സ്റ്റേ നമ്മൾ ചൂസ് ചെയ്യുന്നത്. കർണാടക അതിർത്തിയിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബന്ദിപ്പൂർ സ്റ്റേ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് അന്ന് വർത്തായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ തവണയാണ് തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള അഭയാരണ്യത്തിന് ശേഷം നമ്മളിപ്പം മസനഗുഡി ലോഗ് ഹൗസ് ഗസ്റ്റ് ഹൗസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലോഗ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. സ്ട്രൈറ്റ് കാണുന്ന മൊയ റോഡാണ് കേട്ടോ. നമുക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ മസനഗുഡി ലോഗ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഒരുത്തൻ ഇരിപ്പുണ്ട്. ഒരു ഹനുമാൻ കുരങ്ങാണ് ഗേറ്റിൻ്റെ മുകളിൽ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ഹനുമാൻ കുരങ്ങിനെ കണ്ടിട്ടാണ് നമ്മളുടെ ഒരു എൻട്രി. അപ്പോൾ നമുക്ക് പ്രതീക്ഷയോട് കൂടിയിട്ട് ലോഗ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മളെ ഗൈഡാണ്. സാറിന്റെ പേര് കാർത്തിക് രാമേശ്വരം തമിഴ്നാട് ശിവ ടെമ്പിൾ 21 ഐലൻഡ് കൽപ്പമണ്ണാർ നാഷണൽ വെരി ഫേമസ് സ്പോട്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിവിടെ ചെക്ക് ഇൻ കഴിഞ്ഞു. ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. 12 മണിക്കാണ് ഇവർ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത്. ചെക്കൗട്ട് വരുന്നത് മാക്സിമം 10:30. ഓക്കെ, മാക്സിമം 10:30 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മുകളിലാണ് റൂംസ്. നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ കാണാം. അതിന് മുൻപോടിയായിട്ട് നമ്മൾ ഗൈഡിനെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ കാർത്തിക് എന്നാണ് പേര്. പുള്ളിയാണ് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവുക. പുള്ളിയുടെ അടുത്ത് തന്നെയാണ് താമസം. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലേക്കുള്ള ഡിന്നർ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ പ്രിപ്പറേഷൻ ചെയ്തു തരും. അത് എക്സ്ട്രാ പേയ്മെന്റ് ആണ്. പാക്കേജിൽ നമുക്ക് ഓൺലി സ്റ്റേ മാത്രമാണുള്ളത്. സെപ്പറേറ്റ് ഓൺലി സ്റ്റേ, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് എക്സ്ട്രാ പേയ്മെന്റ് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മസനഗുഡി ലോഗ് ഹൗസ് എന്ന് പറയുന്ന കോട്ടേജ്. ഈ കോട്ടേജിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് 5 റൂംസാണ് വരുന്നത്. താഴെ 2 റൂം, ഏറ്റവും ടോപ്പിലായിട്ട് 3 റൂംസാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ചുറ്റും കണ്ടില്ലേ, ഫുള്ളി ഫോറസ്റ്റാണ് ചുറ്റും. നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. മറ്റേ ആളിതേ അടുത്ത് നിൽപ്പുണ്ടല്ലോ. ഇവ നല്ല കമ്പനിയാണല്ലോ. അവർക്ക് എന്തെങ്കിലും കൊടുക്കാം നമുക്ക് അല്ലേ? ഇവരൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ? തരാം.
ഇല്ലല്ല എല്ലാം എടുത്തു. ഇതാണ് നമ്മളുടെ ബെഡ്റൂം. കണ്ടല്ലോ, ബെഡ്റൂം ഭയങ്കര ഒരു ലക്ഷറി ടൈപ്പ് ആട്ടോ. ഇവിടെ ഒരു അലമാര ഉണ്ട്, പിന്നെ ഇവിടെ കണ്ടോ ഫാന് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബെഡ് കേട്ടോ. ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ ആണിത്, പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ ചെറിയൊരു പോണ്ട് ഉണ്ട്, അതിലിപ്പോൾ വെള്ളം കുറവാണ്. ഇതാണ് ബാൽക്കണി സൈഡില്. ഇവിടെ എല്ലാ പക്കത്തിലെ അനിമൽസ് വരുമോ? കണ്ടിപ്പാ വരും. ടൈഗർ കിടക്കുമോ? ലക്കുതാല്ലേ. ഇവിടെ എല്ലാം ലൈറ്റ് എടുക്കൂല്ലേ? ഓക്കെ സാർ. വാഷ്റൂമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ചൊക്കെ ബാൽക്കണിയിലേക്ക് ഫോറസ്റ്റിന്റെ വ്യൂ ഉണ്ടോ, അടിപൊളിയാണ്. വണ്ടിയുടെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ടും താഴോട്ടൊക്കെ ഇറങ്ങാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ട്. ആ ഫ്രണ്ടിൽ കാണുന്നത് ഒരു പോണ്ടാണ്. അവിടെ ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. ഈ സൈഡിലൊക്കെ നമുക്കിങ്ങനെ വന്നിരിക്കാം കേട്ടോ. ഇവിടെയൊക്കെ സേഫ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ കൂടുതലായിട്ടും ലെപ്പാർഡും അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ കോട്ടേജിൻ്റെ ഭാഗത്ത് എലിഫൻറ്റ് രാത്രിയിലൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ ഇവിടെ ലെപ്പാർഡ് കാണുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ മാനുകളൊക്കെ കണ്ടമാനം വരുന്നതാണ് പറഞ്ഞത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിൽ തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മസനഗുഡി ലോഗ് ഹൗസ്. മൃഗങ്ങളെയൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ. നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് സ്റ്റേ അതുപോലെ തന്നെ അഭയാരണ്യം ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മസനഗുഡിയിലൊരു ഫോറസ്റ്റ് സ്റ്റേ, അതും കിഡിലൻ ഒരു എക്സ്പീരിയൻസ് ആവുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ടൈഗർ റിസർവിൻ്റെ ഓൺലൈൻ സൈറ്റിലാണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലാണ് ഈ ഒരു മസനഗുഡി ലോഗ് ഹൗസ് എന്ന ഈ കോട്ടേജ് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ പുറയിൽ കാണുന്നത് ഇവിടുത്തെ ലോഗ് ഹൗസ് ആണ്. അതിൻ്റെ 5 ബെഡ്റൂം വരുന്നുണ്ട്. അതിലൊരു റൂമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഇവിടെ 3 ബെഡ്റൂംസ് വേറെ ഉണ്ട് കേട്ടോ. അനിമൽസിനെ കാണുക എന്നുള്ളതൊക്കെ ഭയങ്കര ലക്കായിട്ടുള്ള കാര്യമാണ്. മസനഗുഡി വഴി നമ്മൾ ചുമ്മാ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാനുകളും എലിഫൻറ്റും കാട്ടികളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം അറ്റ്ലീസ്റ്റ് ഒരു ടൈഗറിനോ ലെപ്പാർഡിനൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക, അതും മസനഗുഡിയിലെ ഈ മനോഹരമായിട്ടുള്ള കാറ്റുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു കിഡിലൻ സ്റ്റേ. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി മാത്രമാണ് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. www.mudumalai-tigerreserve.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇവിടെ ഈ ഒരു സൈറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. 2 പേർക്ക് വിത്തൗട്ട് ഫുഡിൽ 5070 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതിൽ വിത്തൗട്ട് ഫുഡാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഒന്നും ഉണ്ടാവില്ല. വിത്തൗട്ട് ഫുഡിൽ നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് ഫീ അടക്കം 5070 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ചിലപ്പോൾ വല്ല പുള്ളിപ്പുലിയോ ടൈഗറിനോ എലിഫൻറ്റിനോ ഒക്കെ വളരെ നിയർ ബൈ ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നല്ലൊരു സൈറ്റിംഗ് ആണ് കേട്ടോ, നല്ല ആംബിയൻസ് ആണ്. നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റേ ഒന്നും തന്നെ മോശമായിട്ടില്ല. ബന്ദിപ്പൂരാണെങ്കിലും നമുക്ക് മുതുമലയാണെങ്കിലും വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മസനഗുഡി ലോഗ് ഹൗസും ഒരു വേറിട്ട അനുഭവം കാഴ്ചവെക്കും എന്നുള്ളത് നമുക്ക് ഡൗട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ലോഗ് ഹൗസിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പുതിയ വീഡിയോയിലൂടെ മസനഗുഡി ലോഗ് ഹൗസിൻ്റെ അടിപൊളി ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോഗ് ഹൗസ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് കേട്ടോ. കണ്ടല്ലേ, നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ, ഒരു ഉപദ്രവവും ഇല്ല. മുപ്പര് നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 2 ബന്നി ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കമ്പനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സ്നേഹമുള്ള ആൾ. അവനെ കൊണ്ട് നമുക്കൊരു ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. കുറേ നേരമായി വണ്ടീൻ്റെ ചുറ്റും നടന്ന് വണ്ടി ഇങ്ങനെ മണക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 2 ബന്നുണ്ട്. ആ ബന്ന് ഇവന് കഴിക്കുമെന്ന് അറിയില്ല, നമുക്ക് കൊടുത്തു നോക്കാം. മിണ്ടാപ്രാണിയല്ലേ, നമുക്ക് മിണ്ടാപ്രാണികളെ നമുക്ക് സ്നേഹിക്കാം. ചിലപ്പോൾ മനുഷ്യരെക്കാട്ടിൽ കൂടുതൽ സ്നേഹം കിട്ടുക നമുക്ക് മിണ്ടാപ്രാണികളുടെ അടുത്തു നിന്നായിരിക്കും.
നമ്മളൊരു ബന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുള്ളിക്ക് കൊടുക്കുകയാണ്. പാവം കുറേ നേരമായി നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട്. മണത്ത് നടക്കുമായിരുന്നു ഓന് കേട്ടോ. അപ്പോൾ നമ്മളൊരു കസ്റ്റാർഡിൻ്റെ സാര ബണ്ണല്ല, നല്ല ടേസ്റ്റുള്ള ബന്നാണ്. അവനക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. അയ്യോ കൊടുക്കും അവനും കഴിക്കട്ടെ. പാവം നല്ല ഇഷ്ടപ്പെട്ടിരിക്കണു അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഉണ്ടോ? ഇനി ഇല്ല അല്ലേ, തീർന്നു പോയല്ലേ. ഇനി നമുക്ക് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ച് കൊണ്ടു കൊടുക്കാം. ഇനി പോയി മടങ്ങി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. നല്ല സ്നേഹമുള്ള ഒരു പട്ടി കേട്ടോ, നല്ല അനുസരണയുണ്ട്. അതെ. ഇനി ഇവിടുന്ന് പോകുന്നവരെ ഞങ്ങളെ നീ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരണം. അതെ, ആനിമൽ സൈറ്റിംഗ് ഒക്കെ കാണിച്ചു തരാം. ആനിമൽസ് വന്നതിന് ഞങ്ങളെ ഇൻഫോം ചെയ്യണം നീ. അതെയോ? ആ, മണക്ക് നോക്കിയവൻ പാവട്ടോ. നമുക്കേ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഇവനക്ക് എന്തെങ്കിലും മേടിക്കാം അല്ലേ? ഇവനെന്തെങ്കിലും നമുക്ക് മേടിച്ചോണ്ട്. ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ലെപ്പാട് കയറി ഇരിക്കുന്നുണ്ടാവും കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെപ്പാടിനൊക്കെ കാണാൻ പറ്റും. നമ്മളൊരു ചെറിയൊരു സഫാരി പോകാനായിട്ട് ഇറങ്ങുകയാണ്. നമ്മളുടെ വണ്ടിയിൽ തന്നെ നമ്മൾ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി വരികയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കാണാം. ഞങ്ങളങ്ങനെ സഫാരി ലോഡ്ജ് എന്ന് പറയുന്ന മസനഗുഡിയിലൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മസനഗുഡി ലോഗ് ഹൗസിൽ ചെക്ക് ഇൻ ചെയ്തത്. അവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഞങ്ങളങ്ങനെ മൊയാർ റൂട്ടിലൊരു സഫാരിക്ക് ഇറങ്ങിയതാണ്. വളരെ അടുത്താണ്, ഒരു 6-7 കിലോമീറ്റർ ഫോറസ്റ്റാണ്. ഒരുപാട് അനിമൽ സൈറ്റിങ് കിട്ടുന്ന ഒരു റൂട്ടാണ് മൊയാർ. നമ്മളിതിന് മുൻപും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനിമൽസ് കിട്ടിയിട്ടില്ലെങ്കിലും ബോണസ് ആയിട്ട് കാണാം നമുക്ക്. കാരണം മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണ്. കാടും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു റോഡാണ്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ റൂട്ടിൽ. ഇപ്പം മഴയൊക്കെ പെയ്ത് കാട് ഭയങ്കര പച്ചയായി മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാട്ടിൻ്റെ 2 സൈഡും കാടിങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിമൽ സൈറ്റിങ് കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഇതുവഴി ഒരുപാട് ജീപ്പുകളൊക്കെ സഫാരി നടത്തുന്നുണ്ട്. നമുക്ക് ജീപ്പ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. 1500 രൂപയൊക്കെയാണ് അവർ റേറ്റ് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് മസനഗുഡിയിലേക്ക് വരുമ്പോൾ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് അവർ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടാവും. വണ്ടിയൊക്കെ തടുത്ത് നമ്മൾ അടുത്തേക്ക് വന്നിട്ട് സഫാരി വേണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വേണ്ട ആളുകൾക്ക് ആ ജീപ്പ് സഫാരിയൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളും അതുപോലെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. ഇതിനു മുൻപ് നമ്മൾ ഇവിടുന്ന് വന്നിട്ട് മാനുകളെയും അതുപോലെ തന്നെ ഹനുമാൻ കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് ഇതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റൂട്ടിൽ വളരെ അനിമൽ സൈറ്റിങ് കൂടുതലുള്ള റൂട്ടാണെന്ന് ഞാൻ പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ടൈഗർ, പുള്ളിപ്പുലി ഒക്കെ മാനുകളെ പിടിക്കുന്ന കാഴ്ചയും ഒക്കെ ധാരാളം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും പ്രതീക്ഷയിലാണ്, കരടിയോ ടൈഗറൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര. നമ്മളെ കോമ്പൗണ്ടിൽ ആ ഒരു ഹനുമാൻ കുരങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗൈഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 5070 രൂപയാണ് കേട്ടോ 2 പേർക്ക്. അതിൽ 3 പേർക്ക് വരെ സ്റ്റേ ചെയ്യാം. എന്തായാലും ആംബിയൻസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കോട്ടേജിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഗൈഡ് പറഞ്ഞ് രാത്രിയിൽ പുള്ളിപ്പുലി കരടിയൊക്കെ വരുന്നതാണ്. അറിയില്ല, എന്തായാലും ലക്കുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ മൊയാർ റൂട്ടിലൊക്കെ ഒന്ന് കറങ്ങി, ഇവിടെ അടുത്തൊരു ഡാമൊക്കെ ഉണ്ട്. ഡാമിൻ്റെ അവിടെയൊക്കെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുട്ടായിട്ടുണ്ട്. നമ്മളിനി രാത്രിക്കലത്തെ ഫുഡൊക്കെ പാർസൽ മേടിച്ചിട്ടുണ്ട്. മസനഗുഡി ലോഗ് ഹൗസ് കൂടാണ്ട് തന്നെ ഇവിടെ മസനഗുഡി മറവക്കണ്ടി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസും ഇതിനടുത്തായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു മൊയാർ റൂട്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ബുക്ക് ചെയ്യാൻ പറ്റും. അവിടെ കുറച്ചും കൂടി അനിമൽ സൈറ്റിങ് കൂടുതലാണെന്നാണ് നമ്മളുടെ അടുത്ത് ഗൈഡ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മറവക്കണ്ടി ആയിരുന്നു ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തത് മസനഗുഡി ലോഗ് ഹൗസ് ആണ്. എന്തായാലും നമുക്ക് രാത്രിയിൽ അനിമൽസിനൊക്കെ സൈറ്റിങ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാഴ്ചകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടൈഗറിനോ കരടിനെയോ വല്ല പുള്ളിപ്പുലിനൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മൊയാർ റൂട്ടിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഫാരി നടത്തിയിട്ട് നമ്മൾ കിട്ടിയിട്ടുള്ള അനിമൽസ് ആണ്. അനിമൽ സൈറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം അനിമൽസ് നമുക്ക് ഇന്നത്തെ റൂട്ടിൽ രാവിലെയും വൈകുന്നേരത്തും രാവിലെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ രാത്രിയിലത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ പാർസൽ മേടിച്ച് തിരിച്ച് നമ്മൾ കോട്ടേജിലേക്ക് പോവും. എന്നിട്ട് അവിടെ നിന്ന് രാത്രി സ്റ്റേ ചെയ്ത് നമുക്ക് രാവിലെ ഒരു 5:30 ആകുമ്പോൾ അലാറം വെച്ചിട്ട് എണീക്കണം. രാത്രിയിൽ സൈറ്റിങ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ കണ്ട് ഇന്നത്തെ യാത്ര നമുക്ക് മാക്സിമം അടിപൊളിയാക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങണം. നമുക്ക് ഈ മൊയാര സിംഗാർ റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം അനിമൽ സൈറ്റിങ് കിട്ടും. പ്രത്യേകിച്ച് രാവിലെ പൊതുവെ വണ്ടികളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ട്.
അപ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ നേരെ നമ്മൾ രാത്രി വൈകുന്നേരത്തോടുകൂടി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഈ റൂട്ടിലെ സഫാരി കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് നമ്മുടെ മസനഗുഡി ലോഗ് ഹൗസിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ധാരാളം ആനകളൊക്കെ ഇങ്ങനെ വളരെ നിയർ ബൈ ആയിട്ട് കാണാൻ പറ്റിയിട്ടോ. കണ്ടല്ലേ, നല്ല ഒത്തൊരു കാട്ടുകൊമ്പനെയും ഫീമെയിൽ ആനകളെയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് സൈറ്റിങ്. അപ്പം നമ്മളൊന്ന് പുറത്തു പോയി വന്നു കേട്ടോ. നമ്മൾ മുതുമലൈ അതുപോലെ തന്നെ ബന്ദിപ്പൂർ റോട്ടിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നതാണ്. ഒരുപാട് അനിമൽസിനെ കണ്ടു. രാത്രി മുഴുവൻ ഈ ഒരു ലൈറ്റ് ഇവിടെ ഇങ്ങനെ കത്തിക്കിടക്കും. എലിഫൻ്റ് ഇതാ ഈ കോട്ടേജിൻ്റെ ഈ പുറക് സൈഡിലൊക്കെ വരുന്നതാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. ഇതുണ്ട്, ഈ കാണുന്ന ബാക്ക് സൈഡാണ് കേട്ടോ. ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. അണ്ട ആ ചീകീടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, കര 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 എന്നുള്ള സൗണ്ട്. കരടികൾ കണ്ടമാനം ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. കരടി വന്നു കഴിഞ്ഞാൽ അക്രമധാരിയാണ്. ഇങ്ങനെ ഈ ചീകീടിൻ്റെ സൗണ്ടും ഒക്കെ കേട്ടും കൊണ്ട് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ഈ ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് താഴെങ്ങാനെ ഇവന്മാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഒരു 5:30 മണിക്ക് അലാറം വെച്ച് അങ്ങനെ എണീറ്റാണ്. അപ്പോൾ ഇവിടെ രാവിലെ ഇന്നലെ രാത്രി ഒരു 11 മണിക്കാണ് ഉറങ്ങിയത്. ഇപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു, നമുക്ക് എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു മാന് പോലും ഇല്ല കേട്ടോ. വളരെ നിരാശപ്പെടുത്തി കളഞ്ഞു. നമുക്കൊരു മാനിനെ പോലും കാണാൻ പറ്റിയില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങുകയാണ്. 6 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുക. 6 മണിക്ക് ശേഷമാണ് വണ്ടികളൊക്കെ കടത്തി വിടുള്ളൂ. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ അനിമൽസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുതുമലൈ ടൈഗർ സഫാരി ഉണ്ടല്ലോ, ആ ഒരു റോഡ് അങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അനിമൽസിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരത്ത് നമുക്ക് ഒരുപാട് കാട്ടുപോത്തുകളും എലിഫൻറ്റും, ഇന്നലെ എലിഫൻ്റ് അറ്റാക്ക് അതൊക്കെ നമ്മൾ കണ്ടു. എലിഫൻറ്റ് ബൈക്കുകളൊക്കെ കയറി അറ്റാക്ക് ചെയ്യുന്ന സീനൊക്കെ കിട്ടി നമുക്ക്. അപ്പോൾ എന്തായാലും മോർണിംഗിൽ നമുക്ക് ചിലപ്പം ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞങ്ങളിതപ്പോൾ 5:30 മണി കേട്ടോ ടൈമിങ്. 5:30 മണിക്ക് എണീറ്റ് ഞങ്ങൾ രാവിലെ ഒരു സഫാരി പോകാൻ നിൽക്കുകയാണ് നമ്മളെ വണ്ടിയിൽ തന്നെ. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. ഒരു 6 മണിയാകുമ്പോൾ വണ്ടികളൊക്കെ അങ്ങോട്ട് കടത്തി വിടും റോഡിലൂടെ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അപ്പോൾ വണ്ടികളൊന്നും പോയി തുടങ്ങിയിട്ടില്ല. 6 മണിക്ക് ശേഷമാണ് ഇതിലൂടെ വണ്ടികൾ കടത്തി വിടുക. ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് അല്ലേ ഗൈഡുകളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ, ചിലപ്പോൾ വണ്ടി തടയാനും ചാൻസ് ഉണ്ട്. കാരണം 6 മണി ആയിട്ടില്ല, ഇപ്പോൾ സമയം 5:50 ആയിട്ടുള്ളൂ. ഇനിയും 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കുകയാണ് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കടുവ ഞങ്ങളുടെ മുന്നിൽ വന്ന് ചാടണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ അവിടുന്ന് ഒരു മാനിനെ പോലും കാണാൻ പറ്റിയില്ല. കോട്ടേജിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൂടുതൽ അനിമൽസിനെ കണ്ടതില്ലേ പുറത്തുനിന്നായിരുന്നു. കണ്ടമാനം കാട്ടികളൊക്കെ ഇന്നലെ വൈകുന്നേരത്ത് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുവഴി ലക്കാണ് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് ഈ റൂട്ടിലൊക്കെ ടൈഗറും പുള്ളിപ്പുലി ആളുകൾ കാണുന്നതാണ്, സ്ഥിരമായിട്ട് കാണുന്ന റൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. രാവിലെ നമ്മളൊരു 5:30 ആകുമ്പോൾ അലാറം വെച്ച് 6 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആവുക. 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ മൊയാർ സിംഗാര റൂട്ടിൽ സഫാരി ഇറങ്ങിയതാണ് നമ്മളെ വണ്ടി എടുത്തിട്ട്. ഇതുവഴി ഞാൻ പറഞ്ഞല്ലോ ജീപ്പ് സഫാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് വണ്ടികൾ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിമൽ സൈറ്റിങ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ വല്ല കരടിയോ ടൈഗറിനൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ മൊയാർ റൂട്ട് പോയി തിരിച്ച് കറങ്ങി അങ്ങനെ സിംഗാര റൂട്ടിലേക്ക് പോവുകയാണ്. ഈ റൂട്ടാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ടുകൾ. രാവിലെ ആയതുകൊണ്ട്
റോഡ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഫ്രണ്ടിലിങ്ങനെ നല്ല മൗണ്ടെയിൻസും കോടൊക്കെ മൂടിയിട്ട് ഭയങ്കര പച്ചയായി നിൽക്കുന്നുണ്ട് കാടൊക്കെ. അടിപൊളിയാണ് കേട്ടോ. ഈ റൂട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ കാണുന്ന സിംഗാര റൂട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതിരാവിലത്തെ കാഴ്ച. സിംഗാര റൂട്ടൊക്കെ നമ്മൾ ഇതിന് മുൻപ് സ്ഥിരമായിട്ട് വന്നിട്ട് അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടാണ്ട് പോയിട്ടുള്ളതാണ്, നിരാശപ്പെട്ടിട്ട്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് അനിമൽസ് കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. ആനകളൊക്കെ ഇതുവഴി പാസ് ചെയ്തിട്ടുണ്ട്. ഇതാ കുറച്ച് മുൻപ് ആനപ്പിണ്ടിയൊക്കെ റോട്ടിൽ കിടക്കുന്നുണ്ട്. അവിടുത്തെ കൊമ്പും ചില്ലകളൊക്കെ ഒടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നേരെയാക്കിയിട്ടാണ് നമ്മുടെ യാത്ര തുടർന്നത് കേട്ടോ. എന്തായാലും രാവിലത്തെ യാത്ര അടിപൊളിയായിരുന്നു. നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അനിമൽ സൈറ്റിംഗ് ഒന്നും മോർണിംഗിൽ മൊയാർ സിംഗാര റൂട്ടിൽ കിട്ടിയില്ല. അങ്ങനെ നമ്മളൊന്ന് സഫാരിയൊക്കെ നടത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട് മസനഗുഡി ജംഗ്ഷനിലായിട്ട്. അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിത് വീണ്ടും ഗസ്റ്റ് ഹൗസിലെത്തി. നമ്മൾ ഫ്രഷപ്പായി രാവിലെ നേരത്തെ തന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. 11 മണിക്കാണ് ചെക്കൗട്ട് ടൈം. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 10:30 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പോണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഈ പോണ്ടിൻ്റെ സൈഡിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റും. കോട്ടേജിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ലോഗ് ഹൗസ് മസനഗുഡി. അപ്പോൾ 5070 രൂപ കൊടുത്ത് 2 പേർക്ക് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്നു. പക്ഷെ നമുക്ക് അനിമൽസിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അനിമൽസിനെ കാണുന്നതൊക്കെ ഒരു ലക്കാണ്. എനിവേ നല്ലൊരു സൈറ്റിംഗ് ആണ്, നല്ലൊരു ഏരിയ, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. അങ്ങനെ കാണുന്നവർക്ക് ഇത് വർത്തായിരിക്കും. പക്ഷേ എമൗണ്ട് നമ്മളിപ്പോൾ മുതുമലയിൽ അഭയാരണ്യം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ 2200 രൂപയ്ക്ക് നമുക്ക് അന്ന് വർത്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിത് വർത്തായില്ല. കാരണം 5070 രൂപ എന്ന് പറയുന്ന ഒരു വലിയൊരു എമൗണ്ട് ആണ്. തമിഴ്നാട് മുതുമല ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള അഭയാരണ്യ ഗസ്റ്റ് ഹൗസിൽ നമ്മളിപ്പം ഈ 1 മാസം മുൻപ് പോയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നമ്മൾ ഒരു 2 മന്ത്സ് 2 മാസത്തിന് മുൻപ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2200 രൂപയ്ക്ക് ഞങ്ങൾക്ക് അന്ന് അത് വർത്തായി. കാരണം ഒരുപാട് അനിമൽസിനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ നമ്മൾ അനിമൽസിനെ ഒന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊരു മാനിനെങ്കിലും കാണുന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാനിനെ പോലും ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിന് കൂടി അങ്ങോട്ട് നമ്മുടെ മുതുമലയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ ചുമ്മാ വണ്ടി എടുത്ത് കറങ്ങി. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ബൈസണും എലിഫൻറ്റും മാൻകൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇവിടുത്തെ ആംബിയൻസും അതുപോലെ തന്നെ റൂമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റാണ്. റൂമൊക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. അതുപോലെ തന്നെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ, നല്ല കാറ്റും നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലം. നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു 5000 രൂപ എന്നുള്ളൊരു എമൗണ്ട് കുറച്ച് ഹൈ എമൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം 5000 രൂപയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടി ഇതില്ല, ഒരിക്കലും ഇല്ല. കാരണം 3000 രൂപ വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 3000 to 3500 രൂപ വരെ നമുക്കിത് ഓക്കെയാണ്. പക്ഷേ 3500 രൂപ അങ്ങോട്ട് ഇത് ഭയങ്കര ഒരു ഹെവി പ്രൈസ് ആയിട്ടാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ്, ഇപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് ഇവർ കുറച്ച് റിനോവേഷനൊക്കെ കഴിച്ചിപ്പിച്ചിട്ട് ഇതിന് റേറ്റ് കൂട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ റേറ്റുമായിട്ട് നമ്മൾ യോജിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും കാണാം ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകളും യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തു.